അയ്യോ എന്റെ അടാ എന്താ മുതലാളി? അയ്യോ മൊത്തം ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല. എന്താ മുതലാളി വെപ്രാളപ്പെടുന്നത്? അതെ, ഞാൻ പണ്ട് പ്രേമിച്ച പെണ്ണ് കൊച്ചിനുമായിട്ട് മുടി വെട്ടാൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നതേ ഞാൻ ഗൾഫിലാണ്, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് മൊബൈലിൽ ചാറ്റ് ചെയ്യാറുണ്ട്. അവൾ ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഞാൻ മുടി വെട്ടാൻ വന്നയാള്, നീ കടയുടെ ഓണർ. എന്റെ ഇടയ്ക്ക് കയറി എന്റെ അടുത്ത് എന്നെ ചൂടാവുകയും ചെയ്യരുത്. ഇല്ല അവള് വരുന്നത്. ഞാൻ കണ്ടൊരു കോട്ട് കിടപ്പുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്ത്? അയ്യോ മുതലാളി ഞാൻ മുടി വെട്ടാൻ വന്നയാള്, നീ കടയുടെ ഓക്കെ. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വെക്കണം. കഥ എവിടെ ഉള്ളത്? ആ ഇവിടെ നോക്കാം നമുക്ക്. ഹലോ, മോന്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു. മോന്റെ മുടിയോ? വെട്ടല. മോൻ കയറി ഇരിക്കും. എന്ത് പരിപാടിയാണോ? ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത്, എന്റെ മുടിയല്ലേ ആദ്യം വെട്ടേണ്ടത്. എനിക്ക് 4 നേരം ഫ്ലൈറ്റിൽ പോകണ്ടല്ലേ? അന്നേരം വേണം താൻ വേറൊരാളുടെ മുടി വെട്ടാൻ പോകുന്നത്. ഇതെന്ത് ഉത്തരവാദിത്തം പാടോ? ഇങ്ങനെയാണോ ഒരു ബാർബർ ഷോപ്പ് നടത്തേണ്ടത്? ആദ്യം ശരിയായിട്ട് കൊടുക്കണ്ടേ? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. അർജുനേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഗീതി എന്താ ഇവിടെ? ഞാൻ എന്റെ മോന്റെ മുടി വെട്ടാൻ വന്നതാ. അപ്പോൾ വിവാഹം കഴിഞ്ഞോ? എന്റെ വിവാഹം കഴിഞ്ഞു. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഓ മൈ ഗോഡ്. നീ ഇന്ന് വരും നാളെ വരും എന്നും ആലോചിച്ചു അങ്ങ് മരടാടുതാ. മരുഭൂമിയിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞാൻ അവിടെ പോയി കിടക്കുകയായിരുന്നു. നീ ഇന്ന് വരും നാളെ വരും, എന്നിട്ട് നീ വേറെ വിവാഹം കഴിച്ച് നിനക്കൊരു കുട്ടിയുമായി അല്ലേ? അർജുനേട്ടൻ ഒരു കാര്യം അറിയാവോ? അന്ന് എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ? ഞാനൊരു ബാഗ് കൊണ്ട് ആ ഇടവഴി കാത്തു നിന്ന്. എന്നിട്ട് അർജുനേട്ടൻ ഏത് വഴിയാ പോയത്? ഞാൻ മെയിൻ റോഡ് വഴി പോയി. ആ വഴിയാണ് ഞാൻ നേരെ അങ്ങ് മരുഭൂമിയിലേക്ക് പോയത്. ആണോ? അപ്പൊ ഞാൻ അവിടെ കാത്തു നിന്നപ്പോഴും ദിവാകരേട്ടൻ അതുവഴി വന്നത്. രാത്രി തിരിച്ച് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ എനിക്ക്? അമ്മയോടൊക്കെ വഴക്കിട്ടിട്ട് ഇറങ്ങിയതാ ഞാൻ. ദിവാകരേട്ടൻ എന്നോട് പോരുന്നോന്ന് ചോദിച്ചു. ഞാൻ ദിവാകരേട്ടന്റെ കൂടെ അങ്ങ് പോയി. ഞാനൊരു പെണ്ണല്ലേ അർജുനേട്ടാ? ഓ നിഷ്കളങ്കതേ.